ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകും. മലയാള സിനിമയിലെ അതികായനായിരുന്നു ശ്രീനിവാസൻ എന്ന നടൻ കൊല്ലം തുളസി. കലയെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിടവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായതെന്നും കൊല്ലം തുളസി പറഞ്ഞു. ശ്രീ ശ്രീനിവാസൻ തീർച്ചയായിട്ടും മലയാള സിനിമയിലെ അതികായകൻ തന്നെയായിരുന്നു. കാര്യം അദ്ദേഹം ഒരു വേറിട്ട നടനും വേറിട്ട എഴുത്തുകാരനും വേറിട്ട ചിന്തകനും വേറിട്ട സാമൂഹ്യ വിമർശകനും കൂടിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്നതും വിലയിരുത്തുന്ന അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ നർമ്മങ്ങള്, അദ്ദേഹത്തിന്റെ സറ്റയർ ആയ ചിന്താഗതിയോടുകൂടി സമൂഹത്തിലെ പുഴുക്കുത്തുകളെ വിമർശിക്കുന്നത്, സമൂഹത്തിലെ തെറ്റായ വ്യവസ്ഥകളെ വിമർശിക്കുന്നത് തന്റെ തൂലിക ആയുധമാക്കിയിട്ടുണ്ട്. അത് പല സിനിമകളിലും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുമുണ്ട്. സ്വതസിദ്ധമായ വേറിട്ടൊരു അഭിനയമാണ് അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ അഭിനയസിദ്ധി തീർച്ചയായിട്ടും മലയാള സിനിമാ ആസ്വാദകർ എല്ലാ കാലത്തും മനസ്സിൽ ഓർക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ മലയാള സിനിമാ പ്രവർത്തകർക്കും മലയാള പ്രേക്ഷകർക്കും കലയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരു വിടവ് തന്നെയാണ്. എല്ലാ മലയാളികൾക്കൊപ്പം, എല്ലാ സിനിമാ ആസ്വാദകർക്കും സിനിമാ പ്രവർത്തകർക്കൊപ്പം ഈ നഷ്ടത്തിൽ, ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുസ്മരിച്ച് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിയാണ് ശ്രീനിവാസൻ എന്നാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി പറയുന്നത്. എനിക്ക് ശ്രീനിയേട്ടൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ചെന്ന ജീവിതം തുടങ്ങുന്ന കാലത്ത്, ആ കാലത്ത് തന്നെ ഒരു 1972-73 ഞങ്ങളെല്ലാം ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി മദ്രാസിൽ പോരാടിയവരാണ്. ശ്രീനിയേട്ടൻ അന്ന് അവിടെ ഒരു ആക്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇറങ്ങിയ ഒരു കാലം. ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. ഗംഗയമ്മൻ കോവിൽ തെരു എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ അടുത്തടുത്ത് താമസിക്കുക. ദിവസവും രാവിലെ വീട്ടിൽ വന്ന് ചായ കുടിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വലിയ ഒരു നീണ്ട കാലത്തെ ഒരു ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ചിന്താവിഷ്ടയ ശ്യാമള എന്ന സിനിമ, ആദ്യത്തെ സിനിമ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു അത് ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ കണ്ട് വളർന്ന്, ഒന്നിച്ചു വളർന്ന ഒരാൾ ഒരു സിനിമാ സംവിധായകനാകുന്നു, വലിയ നടനായി. അത് പ്രവർത്തിക്കാൻ സാധിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിന്റെ സിനിമ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ആ സിനിമ ചെയ്തു. പിന്നെ ശ്രീനേട്ടൻ ചെയ്ത വടക്ക് നോക്കി യന്ത്രം എല്ലാം ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. ശ്രീനേട്ടനുമായിട്ട് ഒരു ജീവിതത്തിൽ ഒരു വലിയ യാത്ര ബന്ധം, ഒരു സൗഹൃദം, സ്നേഹം, ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തനം, അങ്ങനെ എല്ലാ നിലയിലും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ശ്രീനേട്ടൻ. ഇടവേള.
അതുല്യ പ്രതിഭയായ നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ ആണ് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ, കൊച്ചിയിലുള്ള വസതിയിൽ എത്തിച്ചിട്ടുണ്ട്. നിരവധി എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നടൻ ശ്രീനിവാസൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി. നാളെ രാവിലെ 10 മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ മക്കളടക്കം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിയിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനടക്കം അല്പം മുമ്പാണ് വീട്ടിലെത്തിയത്. വിനയ 1 മണിയോടെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനമുള്ളത്. ഇപ്പോൾ നിലവിൽ മൃതദേഹം, ഭൗതിക ശരീരം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഭൗതിക ശരീരം പൊതുദർശനത്തിന് വേണ്ടി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ആംബുലൻസ് അടക്കം എത്തിയിട്ടുണ്ട്. നേരത്തെ ഈ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ അവസാനമായി കാണേണ്ടവർ കാണണമെന്ന് ഇവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രത്തോളം ആളുകളാണ് അവസാനമായി ശ്രീനിവാസനെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. വീടാണ്, വീടിന് പരിസരത്തുള്ള ആളുകളുണ്ട്, ആരാധകരുണ്ട്, അങ്ങനെ ഒത്തിരി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് ടൗൺ ഹാളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഭൗതിക ശരീരം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. 1 മണി മുതൽ 3 മണി വരെയാണ് അവിടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ആ സമയത്ത് അവസാനമായി കാണേണ്ടവർക്ക് കാണാനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ടൗൺ ഹാളിലായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനമായി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മമ്മൂട്ടി അടക്കമുള്ളവർ വീട്ടിലേക്ക് എത്തിയായിരുന്നു അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ മറ്റ് പ്രമുഖ നടന്മാരടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ എത്തി അവസാനമായി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള ആളുകളാണ് അവസാനമായി കാണുന്നതിന് വേണ്ടി ഈ പരിസരത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പരിസരത്ത് എത്തിയിരിക്കുന്നത് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ കാണാൻ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഭൗതിക ശരീരം കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഭൗതിക ശരീരം ആംബുലൻസിൽ കയറ്റാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ശേഷം നേരെ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് പിന്നീട് ഈ 1 മണി മുതൽ 3 മണി വരെയുള്ള പൊതുദർശനമടക്കമുള്ള നടപടികൾ നടക്കുന്നത്. ദീപ്തി. നടൻ ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. 1 മണിയോടെ അവിടെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. 3 മണി വരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളടക്കം കണ്ണാടുള്ള വസതിയിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നാളെയോടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെ 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മമ്മൂട്ടിയടക്കം ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിരുന്നു. മകൻ ധ്യാൻ ശ്രീനിവാസൻ ചെന്നൈയിലായിരുന്നു. അദ്ദേഹവും അല്പം സമയം മുമ്പാണ് വസതിയിലെത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. നിരവധി ആളുകളാണ്, കുട്ടികളടക്കമുള്ള നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് ഇപ്പോൾ വീട്ടിൽ തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകാനായി പുറപ്പെടുകയാണ്. അതിനുശേഷം 1 മണിയോടെ
ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. 3 മണിവരെയായിരിക്കും ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുക എന്നതാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും എന്നാണ് ലഭിക്കുന്ന വിവരം. 10 മണിയോടെ, നാളെ രാവിലെ 10 മണിയോടെ കണ്ണാടുള്ള വീട്ടുവളപ്പിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മമ്മൂട്ടി അടക്കമുള്ള നിരവധി സിനിമാ മേഖലയിലും ഉള്ള നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിയിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയവും സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തെ അനുശോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭയാണ് അന്തരിച്ചത്. അദ്ദേഹത്തെ അവസാനമായി കാണുവാനായി നിരവധി ആളുകളാണ് ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. 1 മണിയോടെ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇത്രയും സത്യനന്ദിക്കാട് അടക്കമുള്ള ആളുകൾ വളരെയധികം വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത്. എല്ലാവരും പറയുന്നത് ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത് ശ്രീനിവാസനുമായി ഏറെ അടുത്ത ആത്മബന്ധമുള്ളവരാണ് എന്നതാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ മലയാളികൾക്കും ഏറെ ആത്മബന്ധമുള്ള ഒരു നടൻ തന്നെയായിരുന്നു ശ്രീനിവാസൻ. നടൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും എല്ലാം മലയാളികൾക്ക് ഏറെ ആത്മബന്ധമുണ്ടായിരുന്ന ഒരു നടനാണ്. രാഷ്ട്രീയപരമായാലും അതുപോലെ തന്നെ സാംസ്കാരികപരമായും എല്ലാം വിമർശനങ്ങൾ നടത്തിയ ചിത്രങ്ങളായിരുന്നു ശ്രീനിവാസൻ്റെ തൂലികയിൽ നിന്നും പിറന്നത്. നടൻ ശ്രീനിവാസൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. 1 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. 3 മണിവരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുക. നാളെ ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ സംസ്കാരം ഉണ്ടാകും എന്നതാണ് ലഭിക്കുന്ന വിവരം. മകൻ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും അടക്കം അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തുകയുണ്ടായി. നടൻ ധ്യാൻ ശ്രീനിവാസൻ ചെന്നൈയിലായിരുന്നു. അദ്ദേഹം അല്പസമയം മുമ്പാണ് കണ്ടനാടുള്ള വസതിയിലെത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഭൗതിക ശരീരം കണ്ടനാടുള്ള വസതിയിൽ നിന്നും ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുന്നത്. ഏറെ വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ്. സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകളോട് സംസാരിക്കുമ്പോഴും അവരെല്ലാം ഏറെ വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുവാനായി നിരവധി ആളുകളാണ്, സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയിരിക്കുന്നത്. നാളെ ഔദ്യോഗിക ബഹുമതികളോട് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നതാണ് ലഭിക്കുന്ന വിവരം. മലയാള സിനിമയിലെ ഒരു ബഹുമുഖ പ്രതിഭയെ തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളോട് പ്രതികരിച്ച എല്ലാവരും പറയുന്നതും. ഏറെ ബഹുമുഖ പ്രതിഭ തന്നെയാണ്, അല്ലെങ്കിൽ മലയാളത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്നത് തന്നെയാണ് നമ്മളോട് പ്രതികരിക്കുന്ന ഓരോ ആളുകളും പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, സമൂഹമാധ്യമ പോസ്റ്റിലൂടെ അടക്കം എല്ലാവരും ഈ ഒരു അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി. സംവിധായകൻ സത്യൻ അന്തിക്കാട് അടക്കം ഏറെ വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത്. ഏറെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നതാണ് പറയുന്നത്. മലയാള സിനിമയിൽ നിറസാന്നിധ്യമായി നിന്നിരുന്ന ശ്രീനിവാസനാണ് ഇപ്പോൾ വിട പറയുന്നത്. 48 വർഷത്തെ സിനിമാ ജീവിതത്തിനാണ് ഇന്ന് തിരശ്ശീല വീണിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് രാവിലെയോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഏറെ നാളായി ചികിത്സയിലായിരുന്നു, അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. 69ാമത്തെ വയസ്സിലാണ് മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭ വിടവാങ്ങുന്നത് എന്നതാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസനാണ് അന്തരിച്ചത്. തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. 69ാമത്തെ വയസ്സിലാണ് രോഗബാധിതനായി ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. 69ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത്. നടൻ എന്നതിന് പുറമെ സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്ന നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസൻ്റെ നർമ്മത്തിൻ്റെ മേമ്പൊടിയോടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ വെള്ളിത്തിരിയിലെത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളികൾക്കടക്കം ഏറെ സാധാരണക്കാരുടെ ജീവിതങ്ങൾ വരച്ചിടാൻ സാധിച്ച ഒരു
കലാപ്രതിഭ തന്നെയായിരുന്നു ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ ഓരോ മലയാളികൾക്കും അവരുടെ കുടുംബ ബന്ധവുമായി അല്ലെങ്കിൽ കുടുംബവുമായി സാധാരണക്കാരൻ്റെ ജീവിതവുമായി ഏറെ സാമ്യം തോന്നുന്ന ചിത്രങ്ങൾ തന്നെയായിരുന്നു ശ്രീനിവാസൻ്റേത് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് തലയണ മന്ത്രം അടക്കമുള്ള ചിത്രങ്ങൾ. മലയാളികളുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളുമാണ്, ഓരോ വിഷയങ്ങളുമാണ് അദ്ദേഹം സിനിമയിൽ വെള്ളിത്തിരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായാലും സാമൂഹികപരമായ വിഷയങ്ങളിലും വിമർശനങ്ങൾ ഉയർത്തുന്നതിൽ അദ്ദേഹം മുന്നിൽ തന്നെയായിരുന്നു. വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ സമകാലിക വിഷയങ്ങൾ തന്നെ ഏറെ ചർച്ചയാകുന്നതും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം ചർച്ചയാകുന്ന ഒരു ചിത്രം തന്നെയാണ് സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ സമകാലികമായി തന്നെ പ്രസക്തിയുള്ള നിരവധി ചിത്രങ്ങൾക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേന ചലിപ്പിച്ചിട്ടുണ്ട്.